കേതുവാണെന്ന് വെച്ചു. ഈ സംഭവം നമുക്ക് രാഹുവിന് പകരം കേതുവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്ന ആളിന് പോട്ട് ഒരിക്കലും സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. ധനയോഗം ഉണ്ടോ, ദരിദ്രയോഗം ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് വീനസിനെ അവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. ബിസിനസ് പോലും തുടങ്ങണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബുധനാണ്, ബൃഹനാടിക്കകത്ത്. ചില ആൾക്കാർ വസ്തു വിറ്റിട്ട് പോകണ്ടായിട്ട് വരും. നമുക്ക് അവരുടെ മൂന്നിനെ നോക്കി കറക്റ്റ് ചെയ്യാം. സ്ഥാനപ്രംശം വന്നിട്ടുണ്ട് ഇവരുടെ, അല്ലെങ്കിൽ ഈ ആളിനല്ല ഇവരുടെ ഫാദറിന് 100% ദരിദ്രയോഗം, ധനയോഗം, അതുപോലെ ഈ പറയുന്ന വിദേശയോഗം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കുമാണല്ലോ എല്ലാവരും നോക്കുന്നത്. അതില് സാധാരണ എല്ലാവരും ആൾക്കാരെ ഈ പറയുന്ന ജ്യോതിഷന്മാരെ കാണുന്ന സമയത്ത് എനിക്ക് ധനയോഗമുണ്ടോ അല്ലെങ്കിൽ ധനം വരാനുള്ള വഴിയുണ്ടോ എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുക. ഈ ബൃഹനാഡി ജ്യോതിഷം വഴി നമുക്ക് ധനയോഗം, ദരിദ്രയോഗം അറിയാൻ കഴിയുമോ? അതുപോലെ തന്നെ ഈ പറയുന്ന വിദേശ സെറ്റിൽമെന്റ്, വിദേശത്ത് പോയുള്ള സ്ഥിരതാമസം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും 100% പറ്റും. കാരണം അവിടെ ഗ്രഹങ്ങളാണ് സംസാരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഫോറിൻ ട്രാവലുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ രാഹുവിനെ കൺസിഡർ ചെയ്തു ഫോറുമായിട്ട്. അപ്പൊ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് നമ്മുടെ ഗ്രഹനില വെച്ച് നോക്കിയിട്ട് ചാർട്ട് എടുത്തിട്ട് ആ ചാർട്ട് നമ്മൾ ചലിത് കുണ്ടലിൽ നിന്ന് പറഞ്ഞ സാധനമാണ് അക്യുറസിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. അതിന്റെ ഡിഗ്രി എല്ലാം കറക്റ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഈ പറയുന്ന ബൃഹനാഡിയിൽ ഡിഗ്രി നമ്മൾക്ക് മാച്ച് ചെയ്യാൻ വേണ്ടി. കാരണം ഗ്രഹങ്ങൾക്ക് ഡിഗ്രി അങ്ങോട്ട് ഒരു ഫസ്റ്റ് ഹൗസ് വരുന്നത് ചിലപ്പം 29, 30 അല്ലെങ്കിൽ 27 ഒക്കെ ഉള്ള ഡിഗ്രി. അത് 30 ഡിഗ്രി സാധാരണ ഒരു ഗ്രഹങ്ങളെ പറ്റി മീൻസ് ഒന്നിനെ പറ്റി പറയുമ്പോൾ. അപ്പൊ 360 ഡിഗ്രി ആണല്ലോ. അപ്പൊ അത് ഡിവൈഡ് 12 എന്നാണോ 30 ഡിഗ്രി സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പൊ ഒരെണ്ണത്തിന് 30 ഡിഗ്രി. അപ്പൊ ആ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചിലപ്പോൾ 1 മുതൽ 5 വരെയുള്ള വരുമ്പോഴത്തെ ചിലപ്പോൾ പ്രീവിയസ് ഹൗസിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 25 കഴിഞ്ഞിട്ടുള്ള ചിലപ്പോൾ അങ്ങോട്ട് അടുത്ത ഹൗസിലോട്ട്. അത് അക്യുറസിക്ക് വേണ്ടിയാണ്. അപ്പൊ അത് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി ഇത് വരച്ചെടുത്തിട്ട് ഏതൊക്കെ നമ്പർ 15937 അങ്ങനെ കോമ്പിനേഷൻ 2610 അങ്ങനെ കോമ്പിനേഷൻ വെച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ പ്രീവിയസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേണമെന്നില്ല അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നോക്കിയിട്ട് പറയാം. പിന്നെ ഇതുമായിട്ട് ഇപ്പൊ ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രാഹുവിനെ കൺസിഡർ ചെയ്യുന്നു. രാഹു ഏതൊക്കെ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതേമാതിരി നമുക്കവിടെ ശനിയെ കൺസിഡർ ചെയ്യണം. ശനി എന്ന് പറഞ്ഞാൽ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും, ജോബുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും ആവാം, അറിയുന്നതാണ്. അപ്പം നമ്മുടെ പോയിട്ട് അവിടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മൾ വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നത്. ചുമ്മാ സുഖവാസത്തിന് ഒരാൾക്ക് ഒരു കൺട്രി ക്ഷണിക്കത്തില്ലല്ലോ. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ സെറ്റിൽ ചെയ്യാൻ പറ്റുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ മാതിരി ബാക്കിയുള്ള ഗ്രഹങ്ങളെ നമ്മൾ ഓരോ ഗ്രഹങ്ങളെ നോക്കിയിട്ട്, അഥവാ സപ്പോസ് ഇപ്പൊ കേതുവാണെന്ന് വെച്ചു, ഈ സംഭവം നമുക്ക് രാഹുവിന് പകരം കേതുവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്ന ആളിന് പോയിട്ട് ഒരിക്കലും സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. 100%. പോയിട്ട് വരാം, മൾട്ടിപ്പിൾ ട്രാവൽ ചെയ്യുന്ന മാതിരി മൾട്ടിപ്പിളായിട്ടുള്ള പോകേണ്ടി വരും. പോയും വന്നും പോയി നിൽക്കും. ഒരിക്കലും പോയിട്ട് ഒരു കൺട്രി സ്ഥിരതാമസമായിട്ട് അവിടെ നിൽക്കാനുള്ള യോഗം കാണത്തില്ല. അപ്പൊ അതിനകത്ത് നമ്മൾ പല ഗ്രഹങ്ങൾ ഇങ്ങനെയല്ല, ഈ 1-2 ഗ്രഹങ്ങളെ അല്ല 3-4 ഗ്രഹങ്ങളെ അതിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് ആരെങ്കിലും ആണെന്ന് വരിക. കാരണം നമ്മൾ പല ഒരു ഷോർട്ടായിട്ട് ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു എപ്പിസോഡിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുകയില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെന്നൊരു അതിന്റെ ലിങ്കോ അല്ല സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അല്ലെന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി റെഗുലറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കിട്ടും. അപ്പം അതേമാതിരി നമുക്ക് ഈ ഫോറിൻ സെറ്റിൽമെന്റിന്റെ കാര്യം ഏകദേശം ഒന്ന് ഓടിച്ച് പറഞ്ഞു. അപ്പൊ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതേമാതിരി നമ്മളിപ്പം നിസ്സാരം പറയാം, ധനയോഗം ഉണ്ടോ, ദരിദ്രയോഗം ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് വീനസിനെ അവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും, മെർക്കുറിയെ കൺസിഡർ ചെയ്യേണ്ടി വരും, ജൂപ്പിറ്ററിനെ കൺസിഡർ ചെയ്യും. അപ്പം ചില ആൾക്കാർക്ക് മനസ്സിലായില്ല. ജൂപ്പിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗുരു, പിന്നെ ഈ പറഞ്ഞ വീനസ് എന്ന് പറഞ്ഞ ശുക്രന്, മെർക്കുറി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബുധന്. ഈ ബുധനെ ഈ പറഞ്ഞ ഗ്രഹങ്ങളെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ്. അപ്പം ബുധൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടു. ബിസിനസ് പോലും തുടങ്ങണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബുധനാണ്, ബൃഹനാടിക്കകത്ത്. പിന്നെ ആർഭാടവും ബാക്കിയുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കലാ സാഹിത്യം അങ്ങനെയൊക്കെ ഉള്ളത് അത് വേദിക്കകത്തും അങ്ങനെ തന്നെ. നമ്മളപ്പോൾ അവിടെ ശുക്രനെ കൺസിഡർ ചെയ്തു. ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട, പിന്നെ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ഈ 4 ഗ്രഹങ്ങളും ഈ പറഞ്ഞ പിന്നെ 3 ഫോറിൻ ട്രാവലിനകത്ത് ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന 3നെ അത് ഞാൻ പറയാൻ വിട്ടുപോയി. 3ഉം അവിടെ അലൈനാണെന്ന് നോക്കും. 3 എപ്പോഴും ട്രാവലിന്റെ ഗ്രഹമാണ്, ട്രാവലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നോക്കും. നമുക്ക് പൊതുജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു കോമൺ സെൻസ് ആണ്.
ഇതിന്റെ സയൻസാണ്. ഇതിനകത്ത് 100% കാര്യങ്ങളുണ്ട്. ഒരു രാശിയിൽ വെറും 2.25 ദിവസമേ നിൽക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഭയങ്കര ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യുന്ന. അപ്പോൾ അതുമായിട്ട് ഈ മൂണിനെയാണ് നമ്മൾ ഇതിനകത്തായാലും ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, പ്രമോഷനുമായിട്ട് ബന്ധപ്പെടുന്നത്, മൾട്ടിപ്പിൾ ജോബ്. ചില ആൾക്കാർക്ക് ചിലയിടത്ത് താമസിക്കാൻ പറ്റത്തില്ല, കുറച്ച് നല്ല. അതേമാതിരി ചില ആൾക്കാർ വസ്തു വിറ്റിട്ട് പോകണ്ടായിട്ട് വരും. നമുക്ക് അവരുടെ മൂന്നിനെ നോക്കി കറക്റ്റ് ചെയ്യാം. സ്ഥാനപ്രംശം വന്നിട്ടുണ്ട് ഇവരുടെ. അല്ലെന്നിരി ഈ ആളിനല്ലേ ഇവരുടെ ഫാദറിന് 100% അവിടെ അവരുടെ വീട് വിറ്റ് പോകാനുള്ള യോഗം വരും. വേറെ നാട് വിട്ടിട്ട് പോയിട്ട് വേറെ സ്ഥലത്ത് താമസിക്കേണ്ട മൂണ്. അങ്ങനെ മൂണിനെ അതേമാതിരി ജോബുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ നോക്കുമ്പോൾ മൂണിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും 3 വർഷം കൂടുമ്പോൾ അവർക്ക് ജോബ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട്, അല്ല വേറെ കൺട്രി പോയിട്ട് ജോബ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതെല്ലാം ഗ്രഹങ്ങളാ, ഞാനല്ല സംസാരിക്കുന്നത്. ഇതൊരു സയൻസാണ്. അപ്പൊ ഇതിനകത്തെല്ലാം അക്യുറസി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബൃഹനാടി ജ്യോതിഷത്തിലെ ഞാൻ ഊന്നി പറയാനുള്ള കാര്യങ്ങളും. അപ്പം ഇപ്പൊ ധനയോഗത്തിന്റെ കാര്യം പറഞ്ഞു. അതേപോലെ ദരിദ്രയോഗം, കേതു ഈ പറഞ്ഞ മെർക്കുറിയുമായിട്ടും. അപ്പൊ ആ ധനയോഗത്തിന്റെ രാഹുവിനെ കൂടെ സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് പറയാം. ധനയോഗം വരുമ്പോൾ രാഹു എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഈ ശുക്രനെ, ബുധനെ, ഈ പറഞ്ഞ വ്യാഴമെ, ശനിയെ ഇതുമായിട്ട് ആ ഒരു ട്രയാങ്കിളിലെ 159, 26, 103 അങ്ങനെ ആ കോമ്പിനേഷനിൽ ഏതെങ്കിലും അലൈൻ ആയിട്ടുണ്ടെന്ന് വരിയില് ഈ ഒരു ഉള്ള നല്ല വസ്തു വാങ്ങിക്കാന്, വീട് വെക്കാന്, എടുക്കാന്, മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി വാങ്ങിക്കാന്, അങ്ങനെയൊക്കെ ഉള്ള യോഗങ്ങളുണ്ട്. പിന്നെ അതിന്റെയാണ് ചില നോക്കുമ്പോൾ ട്രാൻസിറ്റ് വരും. ആ ഗ്രഹങ്ങൾ ട്രാവൽ ചെയ്താൽ വരുന്ന സമയത്തൂടെ ട്രാൻസിറ്റ് വരുമ്പോഴാണ് അതിന്റെ കറക്റ്റ് യോഗം. ടൈമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സംഭവം. ഈ പറഞ്ഞ ഗ്രഹങ്ങളായിട്ട് കേതു ഒക്കെ കണക്റ്റഡ് ആണ്, ചൊവ്വ കണക്റ്റഡ് ആണ്, ഈ പറഞ്ഞ മൂണ് അങ്ങനെയൊക്കെ ഉള്ള ചില ഇതില്. പിന്നെ ഈ ഗ്രഹങ്ങളെ കാരകത്വം മാത്രമല്ല നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഗ്രഹങ്ങളുടെ ഏതൊക്കെ ഹൗസിൽ നെഗറ്റീവ് ആണെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യും. പിന്നെ ഏതൊക്കെ പാപഗ്രഹങ്ങളോട് കൂടെ നിൽക്കുന്നത്. അപ്പൊ അതുകൂടെ നമ്മൾ നോക്കിയിട്ട് പറയാം. അല്ല ഇത്രയും 4 ഗ്രഹങ്ങൾ 5 ഗ്രഹങ്ങളെ നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ദൈവം അല്ലാതെ അങ്ങനെ പറ്റത്തുമില്ല. ഇതെല്ലാം ഒരു സയൻസ് ആണ്. അപ്പൊ നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് അതിനകത്ത് പറയാം ഇന്ന ആൾക്കാർക്ക് ഇന്നാണ്, ഇന്ന പൈസ ഒക്കെ വരാനുള്ള യോഗമുണ്ടോ, അല്ലെങ്കിൽ ദരിദ്ര യോഗമാണോ, അവർക്ക് ഇന്ന പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ചില ആൾക്കാർ 45 വയസ്സ് 48 50 വയസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈഫിൽ എങ്ങും എത്താൻ പറ്റാത്തതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കൊല്ലത്തുനിന്ന് ഒരു ലേഡി എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ അവരുടെ അത് മൃഗനാടി ജ്യോതിഷമല്ല, ഞാൻ നോക്കി ഇങ്ങനെ വന്നപ്പം അവരുടെ വീട്ടിൽ പല പ്രശ്നങ്ങളാണ്. ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കത്തില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാനും പണ്ട് ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് വിശ്വസിക്കുകയില്ല. 100% ഞാൻ ചോദിച്ചു നിങ്ങളുടെ അച്ഛൻ്റെ ഫാമിലി ക്യാൻസർ ഉണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഫാമിലി ഞാൻ ചോദിച്ചു ക്യാൻസർ ഉണ്ടോ? ഉണ്ട്. അതെങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ. നമ്മളവിടെ ഒരു നെഗറ്റീവ് ആണോ, നമ്മളിപ്പം മെർക്കുറി അതായത് ബുധനെ അവിടെ നോക്കുന്നു. സപ്പോസ് ബുധനെ നോക്കിയപ്പോൾ അവർക്ക് 2-3 കാര്യങ്ങൾ, നിങ്ങൾക്ക് അലർജി കൊണ്ട് അല്ല ഇന്ന പ്രശ്നങ്ങളുണ്ട്, സ്കിൻ അലർജി, സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ, അങ്ങനെ 1-2 ചോദ്യത്തിൽ നമുക്ക് മനസ്സിലായി അവരുടെ ഫാമിലി ബുധൻ നെഗറ്റീവ് ആണെന്ന്. അപ്പൊ അവരുടെ നോക്കിയപ്പം ലോണ്, ബാങ്ക് ലോണ്, കാര്യങ്ങള്, കടബാധ്യത, അങ്ങനെ പല പ്രശ്നങ്ങൾ വരും. പിന്നെ ചില ഗ്രഹങ്ങളെ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക അബോർഷൻസ്. ഞാൻ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ഇന്ന് ഇവർക്ക് അബോർഷന്, ദുർമരണങ്ങളെ, സ്വന്തം അവര് വന്നപ്പോ 3 പ്രോപ്പർട്ടി ആയിട്ട് വന്നതാ കല്യാണം കഴിച്ച് വരുമ്പോൾ. ഇപ്പൊ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ നമ്പരും ഉണ്ട്. പക്ഷെ ഒരു ലേഡിയായിട്ട് നമ്മൾ മുസ്ലിം ലേഡിയാ. പിന്നെ 2ാമത്തെ മകൻ ആക്സിഡന്റ് ഡെത്ത്, ഹസ്ബൻഡ് ഡെത്ത്, ക്യാൻസർ, പൈസ ഇല്ല. ഇത്ര ഒരാൾ, ഞാൻ പൈസ ഒന്നും വാങ്ങിച്ചില്ല. ഞാൻ എൻ്റെ നല്ല പീസ് വാങ്ങിക്കുന്ന കാര്യം പറയാം. കാരണം എനിക്ക് വേറെ എൻ്റെ പീസേ ഉള്ളൂ, വേറെ ഒരു പൈസ ഇല്ല. നമ്മൾ കറക്റ്റ് ആൾക്കാർക്ക് കാര്യങ്ങൾ 100% പറഞ്ഞു കൊടുക്കും വിത്ത് റെമഡി. പിന്നെ നമ്മൾ പ്രിന്റ് ഔട്ട് കൊടുക്കും. മീൻസ് പ്രിന്റ് ഔട്ട് അല്ല, നമ്മൾ PDF ഫയലായിട്ട് അവരുടെ കാര്യങ്ങൾ അയച്ചു കൊടുക്കും. പിന്നെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നൊരു നമുക്ക് വിളിച്ച് ക്ലിയർ ചെയ്യാനോ എടുക്കാനോ, അല്ലാതെ നമ്മൾ എക്സ്ട്രാ ഉള്ള പൂജയോ കാര്യങ്ങളോ മന്ത്രമോ ഒന്നുമില്ല. എല്ലാം അവനുള്ള പ്രാക്ടിക്കൽ റെമഡി കൂടെ നമ്മൾ പറയുന്നത്. അപ്പൊ ഈ മൃഗനാടിയുടെ കാര്യം പറഞ്ഞാലും ഇതുകൂടെ നമുക്ക് ടച്ച് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറയാൻ വരുന്ന നമ്മുടെ ഈ മുജ്ജന്മവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങള് ഒരുപാട് ഫാമിലിയിൽ അനുഭവിക്കുന്നുണ്ട്. കാരണം ഞാൻ ചില ആൾക്കാരുടെ നോക്കുമ്പോഴറിയാം അവരുടെ കുലദൈവവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം കാണാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും നമ്മൾ ചില ഗ്രഹങ്ങളെ നോക്കിയിട്ട് അവരുടെ വീട്ടിൽ അല്ലെന്നൊരു ക്യാൻസർ ഉണ്ടോ, അല്ലെന്നൊരു അബോർഷൻ സംഭവിച്ച ദുർമരണങ്ങള്, പ്രായം തികയാതെ മരണങ്ങള്,
അപ്പൊ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർത്ത് ചാർട്ടിൽ നിന്ന് ഈസി ആയിട്ട്, കാരണം അവരുടെ അച്ഛനോ അമ്മയോ ഉറപ്പ് ഞാൻ ചോദിച്ചു ചില പാർട്ടികളോട് നിങ്ങളുടെ ഇന്നിടത്തെ ഇന്നാര് ഇന്ന ചെയ്തിട്ടോ, പിന്നെ നമ്മൾ നോക്കുമ്പോൾ അച്ഛനെയാണോ അച്ഛന്റെ ഫാമിലിയിൽ നിന്നാണോ അമ്മയുടെ ഫാമിലിയിൽ നിന്നാണോ വരുന്നത്. അപ്പം ഞാൻ അച്ഛന്റെ അവിടെ അമ്പലവുമായിട്ടല്ലെന്ന രീതിയിൽ അവരുടെ ഇപ്പൊ മുസ്ലിംസ് ആണ് അവരുടെ ഈ ഇടവക പള്ളി, അങ്ങനെ പള്ളിയിലെ പ്രശ്നം, അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുരിയാലയമാര് വെക്കുന്നതും അങ്ങനെയുള്ള അല്ലെന്നൊരു പല ആൾക്കാരെ ചില കളിപ്പിക്കും. ഞാൻ ഒരാളെ കഴിഞ്ഞിടയ്ക്ക് ചോദിച്ചപ്പോഴേ ചോദിച്ചു, നിങ്ങൾ ആരാ ആരും ലേഡിയെ കളിപ്പിച്ചിട്ട് വസ്തു വാങ്ങിച്ചു വരുന്നു? അപ്പം പറഞ്ഞ അവരുടെ എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിന് അവർക്ക് വീതം കൊടുത്തില്ല. അവരുടെ തലമുറയിലോട്ട് ആ ശാപം ഇങ്ങനെ കിടക്കുക. ഇതാരും പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല. നല്ലത് ചെയ്താൽ നല്ലത് കൊയ്യാം, തീർച്ചയാണ് 100% ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. അതുമാത്രം എഴുതി വെച്ചു തരാം, നിസ്സാരം എന്ന് നോക്കിയാൽ മതി. ഈ മുത്തൂറ്റ് ഫാമിലി, ഞാൻ ഇത് ഒരു മീഡിയ കൂടെ പറയുന്നത് ശരിയല്ല, എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ അവർക്ക് വേണ്ടിയല്ല വർക്ക് ചെയ്യുന്നത്. ജനങ്ങളെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇങ്ങനെ സത്യമുണ്ടെന്നുള്ളത്. കാരണം അവര് ഫാമിലിയിലെല്ലാം ദുർമരണങ്ങളെ, അല്ലഹ്ലിയ അങ്ങനെ പറയാൻ പല ആൾക്കാരുണ്ട്. പിന്നെ എല്ലാം ഞാൻ പറയുന്നില്ല, അത് നെഗറ്റീവായിട്ട് വരണ്ടെന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങളുണ്ട്. നമ്മൾ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത് ദാനധർമ്മങ്ങളും നല്ലതും ചെയ്യുക. നമ്മുടെ ലൈഫ് ഒരു പ്രാവശ്യമേ ഉള്ളൂ. പിന്നെ ആ ഒരു ലൈഫിൽ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അതിന് 100% നിങ്ങൾ റിസൾട്ട് കിട്ടും. പിന്നെ മനുഷ്യനെ ദ്രോഹിച്ചിട്ട് പിടിച്ചു പറിച്ച് എടുക്കാതിരിക്കുക. പിന്നെ നമ്മളെ ഈ ഭൂമി പോലും നമുക്ക് സൃഷ്ടിച്ചേക്കുന്ന ഒരു ഡ്യൂട്ടി ആയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചേക്കുക. എവരി ക്രിയേഷൻ ഇസ് ക്രിയേറ്റഡ് ഫോർ ക്രിയേഷൻ. അപ്പോൾ ഒരു കർമ്മം ഏൽപ്പിച്ചിട്ട് നമ്മളെ ഇവിടെ വിട്ടു, ഈ ഭൂമിയിൽ ഇട്ടിട്ട് നമ്മൾ ആ കർമ്മം ചെയ്യാതെ വരുമ്പോഴാണ് പല പ്ലാനറ്റും നമുക്ക് നെഗറ്റീവായിട്ട് വരുന്നത്. അതുകൊണ്ട് ഒരു കുട്ടിയെ പോലും, ഒരു കൊച്ചുകുട്ടിയാണ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയായാലും ഒരു 12ാം ക്ലാസ് കഴിയുമ്പോഴത്തെ തീർച്ചയായിട്ടും ഞാൻ പറയാം 100% അവരുടെ സ്റ്റാർ നോക്കണം. എന്ത് പഠിപ്പിക്കാൻ പറ്റണം, അവരുടെ ഈ ഏതൊക്കെ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള നോക്കിയിട്ട് അതിനകത്ത് ഏതൊക്കെ നെഗറ്റീവ് പ്ലാനറ്റ് വന്ന് നിൽക്കുന്നു. അപ്പൊ അത് നമ്മൾ 100% നോക്കണം. അപ്പൊ ഇതനുസരിച്ച് അവരുടെ പഠിത്തത്തിനകത്തുള്ള നെഗറ്റീവായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഈ പറയുന്ന ബൃഹനാഡി ജ്യോതിഷം വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും. സ്വാഭാവികമായിട്ടും എല്ലാവരും താങ്കൾ പറഞ്ഞതുപോലെ നമ്മളെ മുൻജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളാണ് ഇപ്പോൾ ഇവിടെ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന കാലങ്ങളിൽ ഭൂമിയിൽ ജന്മമെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ബേസിലായിരിക്കും നമുക്കുള്ള റിസൾട്ട് കിട്ടുക. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ കഴിയട്ടെ. ഈ പറയുന്ന ബൃഹനാഡി ജ്യോതിഷം വഴി മറ്റുള്ള എന്താ പറയുക സിസ്റ്റം വഴി നിങ്ങൾക്ക് കിട്ടുന്ന കണക്കുകൂട്ടലുകളും ഈ പറയുന്ന പ്രഡിക്ഷൻസും നല്ലൊരു ജ്യോതിഷനാൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ പ്രഡിക്ഷൻസും നിങ്ങളുടെ ഉദ്ദേശ കാര്യങ്ങൾ നടക്കുവാനും എല്ലാ കാര്യങ്ങളും നടക്കാനുള്ള എന്താ പറയുക പൂർണ്ണമായിട്ട് ഒരു ഉൾക്കൊള്ളലോടുകൂടി ബൃഹനാഡി ജ്യോതിഷം സമീപിക്കുക. എന്താണോ ഇപ്പൊ ഈ നമ്മൾ സംസാരിച്ചു വന്ന ധനയോഗമോ അല്ലെങ്കിൽ ദരിദ്രയോഗമോ അല്ലെങ്കിൽ വിദേശവാസമാണെങ്കിലും ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളതാണ് എല്ലാവർക്കും ധനയോഗവും വിദേശവാസവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നടക്കുമോ ഇല്ല എന്നുള്ളത് ബൃഹനാഡി വഴി നിങ്ങൾക്ക് നല്ലൊരു കൺസൾട്ടന്റിനെ സമീപിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു.